ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നതിൽ തൈറോയ്ഡ് ഹോർമോണുകൾ വഹിക്കുന്ന പങ്ക് അതിപ്രധാനമാണ്. ഈ ഹോർമോണിന്റെ അളവിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ പൂർണ്ണമായും തെറ്റിച്ചേക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ രോഗാവസ്ഥ കൂടുതൽ കണ്ടുവരുന്നത്. തുടക്കത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാത്തതിനാൽ ഇതിനെ പലപ്പോഴും ഒരു സൈലന്റ് കില്ലറായി കണക്കാക്കാറുണ്ട്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ശരീരത്തിലെ ചെറിയ പ്രശ്നങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിലാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രകടമാകാത്തത്. എന്നാൽ ഹോർമോൺ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കുമ്പോൾ ലക്ഷണങ്ങൾ ശക്തമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഉന്മേഷമില്ലായ്മ, വിട്ടുമാറാത്ത കടുത്ത ക്ഷീണം, അമിതമായ ഉറക്കം, മലബന്ധം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, പെട്ടെന്ന് ശരീരഭാരം കൂടുക, കടുത്ത മുടി ഒഴിച്ചിൽ, വന്ധ്യത, ചർമ്മത്തിലെ അമിതമായ വരൾച്ച, വിഷാദം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിൽ ഇത് വളർച്ചക്കുറവിനും പഠനത്തിൽ പിന്നോക്കം പോകുന്നതിനും കാരണമായേക്കാം. കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദയം, ശ്വാസകോശം, മസ്തിഷ്കം തുടങ്ങിയ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ജീവന് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തൈറോയ്ഡ് കോശങ്ങളെ തെറ്റായി ആക്രമിക്കുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഇതുകൂടാതെ അയഡിന്റെ കുറവ്, ജന്മനായുള്ള തൈറോയ്ഡ് എൻസൈമുകളുടെ കുറവ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉണ്ടാക്കുന്ന തകരാറുകൾ മൂലം TSH ഉൽപാദനം തടസ്സപ്പെടുന്നത് എന്നിവയും ഇതിന് കാരണമാകാം. പ്രസവാനന്തരം ചില സ്ത്രീകൾ താൽക്കാലികമായി കാണപ്പെടുന്ന പോസ്റ്റ്മോർട്ടം തൈറോയിഡിറ്റിസ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സാധാരണ നിലയിലാകാറുണ്ട്. രക്തത്തിലെ TSH എന്നിവയുടെ അളവ് പരിശോധിച്ചാണ് രോഗനിർണയം നടത്തുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ TSH അളവ് കൂടുതലും T4 അളവ് കുറവുമായിരിക്കും. രക്തത്തിലെ T4 അളവ് സാധാരണ നിലയിലായിരിക്കുകയും എന്നാൽ TSH അളവ് മാത്രം കൂടുതലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നു. സാധാരണ വ്യക്തികളിൽ ഈ അവസ്ഥയ്ക്ക് ഉടനടി ചികിത്സ ആവശ്യമില്ലെങ്കിലും ഗർഭിണികളിൽ ഇത് കണ്ടുവന്നാൽ കൃത്യമായ ചികിത്സ അനിവാര്യമാണ്. കാരണം ഗർഭസ്ഥ ശിശുവിന്റെ മസ്തിഷ്ക വികാസത്തിന് അമ്മയുടെ രക്തത്തിലെ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കൃത്യമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് നികത്താൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ തൈറോക്സിൻ ഗുളികകൾ കഴിക്കുകയാണ് പ്രധാന ചികിത്സാ രീതി. ഭൂരിഭാഗം ആളുകളിലും ഈ രോഗാവസ്ഥ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാറുള്ളതിനാൽ മരുന്നുകൾ മുടക്കം കൂടാതെ കഴിക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉണർന്നയുടൻ ഒഴിഞ്ഞ വയറിൽ വേണം മരുന്ന് കഴിക്കാൻ. മരുന്ന് കഴിഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളം ഒഴികെ മറ്റു ആഹാരങ്ങളോ ചായയോ കഴിക്കാൻ പാടില്ല. അയൺ, കാൽസ്യം, അസിഡിറ്റിക്കുള്ള മരുന്നുകൾ എന്നിവ കഴിക്കുന്നവർ അവ ഉച്ചയ്ക്കോ വൈകുന്നേരമോ കഴിക്കുന്നതാണ് നല്ലത്. ഭക്ഷണക്രമത്തിൽ കാബേജ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, സോയ തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് ഉചിതമാണ്. ചികിത്സ ആരംഭിച്ച് ആദ്യ 6 ആഴ്ചയ്ക്ക് ശേഷം TSH പരിശോധന നടത്തി അതിന്റെ ഫലം അനുസരിച്ച് വേണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നിന്റെ ഡോസ് ക്രമീകരിക്കാൻ.